കോഴിക്കോട് കോർപ്പറേഷൻ UDF സ്ഥാനാർത്ഥികളിൽ പ്രായം കുറഞ്ഞയാൾ 25-കാരി അഞ്ജനയാണ്. രാവിലെ പത്രവിതരണവും പാൽ വിതരണവും നടത്തുന്ന അഞ്ജന സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരിയാണ്. വൈകിട്ട് കുട്ടികൾക്ക് ട്യൂഷനും എടുക്കുന്നുണ്ട്. പരിചയസമ്പന്നരായ രാഷ്ട്രീയക്കാരുടെ പോരാട്ടം മാത്രമല്ല തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ നടക്കുന്നത്. കഴിവും കാര്യപ്രാപ്തിയുമുള്ള യുവതലമുറയിലെ പോരാളികൾ കൂടിയാണ് ഗോദയിലേക്ക് ഇറങ്ങുന്നത്. കോഴിക്കോട് കോർപ്പറേഷൻ എടക്കാട് ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത് ഒരു യുവ സാരഥിയാണ്. അവർക്ക് മറ്റ് ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. രാവിലെ പത്രം വിതരണം ചെയ്യും, പാൽ വിതരണം ചെയ്യും, കുട്ടികളെ ട്യൂഷൻ പഠിപ്പിക്കും, ഒപ്പം ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നുമുണ്ട്. ഇല്ലേ, നമുക്ക് എന്തായാലും അഞ്ജനയുടെ വിശേഷങ്ങളിലേക്ക് തന്നെ പോകാം. ആദ്യമായിട്ടാണ് ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനിറങ്ങുന്നത്. എന്തെങ്കിലും രാഷ്ട്രീയ ഒരു പിൻബലം ഉണ്ടായിരുന്നോ? രാഷ്ട്രീയ പിൻബലമില്ല, ഇവരൊക്കെ തന്നെയാണ് നമ്മുടെ ബലം. എങ്ങനെയാണ് ഈ മത്സരത്തിലേക്ക് എത്താനുള്ള സാഹചര്യം? ഇവരുടെ ആശയങ്ങൾ, കോൺഗ്രസിന്റെ ആശയങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്. ആയിട്ടാണ് ഇതിലേക്ക് ഇറങ്ങുന്നത്. ഈ രാഷ്ട്രീയത്തിൽ നേരത്തെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നോ അതോ? ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടറിയാണ്. കേസിലൊക്കെ പ്രവർത്തനം ഉണ്ടായിരുന്നു? കേസിൽ ചെറിയ രീതിയിൽ മാത്രം. പുതുതായിട്ട് ഇതിലേക്കാണ്. ഈ കോർപ്പറേഷൻ, കോഴിക്കോട് ഒരു വലിയ കോർപ്പറേഷനിലെ ഒരു ഡിവിഷനിൽ നിന്ന് മത്സരിക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? സന്തോഷം തോന്നുന്നുണ്ട്. അപ്പൊ തന്നെ മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ള ലക്ഷ്യം കൂടെ ഉണ്ട്. അങ്ങനെയാണ്. ഇന്നലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ നടത്തിയപ്പോൾ തന്നെ അവർ പരിചയപ്പെടുത്തി. ആളുകൾ വലിയ സന്തോഷമായിരുന്നു. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താണ് ഇപ്പൊ ജീവിക്കുന്നത്? രാവിലെ പത്രം ഇടുന്നുണ്ട്, പാലിടുന്നുണ്ട്, പിന്നെ ഞാൻ RTO വർക്ക് ചെയ്യുന്ന ഒരു ഏജന്റിന്റെ ഓഫീസിൽ പണിക്ക് പോകുന്നുണ്ട്, പിന്നെ വേഗം ട്യൂഷൻ എടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. ഒക്കെയാണ് ചെയ്യുന്നത് ഇപ്പൊ. അല്ല, എങ്ങനെ എത്ര മണിക്ക് രാവിലത്തെ ഒരു കാര്യങ്ങൾ തുടങ്ങും ജീവിതം? 5 മണിയാകുമ്പോൾ പേപ്പർ ഇടാൻ തുടങ്ങും. ഒരു 9 മണിയാകുമ്പോൾ ഓഫീസിൽ പോകണം. അത് കഴിഞ്ഞ് 5 മണിക്ക് ഓഫീസ് കഴിഞ്ഞാൽ പിന്നെ ട്യൂഷൻ എടുക്കാൻ പോകും. 6-7 മണിയാകുമ്പോഴത്തേക്കും എല്ലാം കഴിയും. അപ്പോൾ പുലർച്ചെ 5 മണിക്ക് തുടങ്ങുന്ന പണി തീരുമ്പം? അതെ, രാത്രി 7 മണിയാവും. അതുവരെ കാര്യങ്ങളാണ്. അതെ. ഇതിനിടയ്ക്കാണ് പിന്നെ നാട്ടുകാരുടെ ഒക്കെ വലിയ ആശയവിനിമയം ഉണ്ടായിരിക്കും അല്ലേ? ഓ, ഉണ്ടാവും. പത്രം ഇടാൻ പോകുമ്പോൾ പാലിടാൻ പോകുമ്പോഴൊക്കെ എല്ലാവരുമായിട്ട് സംസാരിച്ചിട്ട് ഞാൻ പോവാറ്. ഈ പത്രവെടിയിൽ തന്നെ ഒരു വലിയ പബ്ലിക് റിലേഷൻ ആയിരിക്കും അല്ലേ? നാട്ടിൽ നടക്കുന്ന വിശേഷങ്ങളൊക്കെ അപ്പോൾ അറിയായിരിക്കും. ഓ, അറിയാം. എല്ലാവരും സംസാരിച്ചിട്ട് തന്നെ ഇടാറ്. എത്ര വീടുകളിൽ പോകുന്നുണ്ട്? ഞാൻ 130 വീട്ടില് പത്രം ഇടുന്നുണ്ട്. അത് എത്ര നാളായിട്ടുള്ള ജോലിയാണ്? ഇപ്പൊ ഒരു കൊല്ലാവാനായി ഇടാൻ തുടങ്ങിയിട്ട്. എന്താണ് ഈ പത്രവിതരണത്തിന് പോകണം എന്നൊരു തോന്നൽ വരാൻ, അല്ലെങ്കിൽ അതിലേക്ക് പോകാൻ കാരണം എന്താണ്? പണിയെടുക്കാൻ ഇഷ്ടമാണ്. അപ്പൊ എല്ലാ പണിയും ചെയ്യാൻ ഭയങ്കര ഇഷ്ടം കൊണ്ട് ചെയ്യാണ്. അതായത് നമുക്ക് എടുത്തു മാറ്റാൻ പറ്റുന്ന ഒരു മണിക്കൂറല്ലേ? വേറെ ഒന്നിനും ചെലവഴിക്കേണ്ട സമയമല്ല അല്ലെ? നമ്മളൊരു മണിക്കൂർ നേരത്തെ എണീറ്റാല് 1 മണിക്കൂർ ജോലി ചെയ്യാം. അതെ, ഉറങ്ങിക്കളയുന്ന സമയം പണിയെടുക്കുന്ന അത്രയേ ഉള്ളൂ. ഈ സാമ്പത്തികമായി ബുദ്ധിമുട്ടൊക്കെ ഉള്ള കുടുംബത്തിലാണോ അതോ? സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടല്ല, ഇഷ്ടം കൊണ്ടാണ് ഇതിനോടുള്ള ഒരു ക്രൈസ് കൊണ്ട്, ചെയ്യാനുള്ള ഒരു ഇഷ്ടം, എല്ലാം ചെയ്യണം എന്നുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ്. പിന്നെ സ്വന്തമായി പണം ഉണ്ടാക്കുന്നതിന് ഒരു അന്തസ്സുണ്ട്. അതെ, സ്വന്തമായിട്ട് അധ്വാനിച്ച് സ്വന്തമായിട്ട് ആക്കുന്നു. ഇതിപ്പോ എന്താണ് ഒരു കാഴ്ചപ്പാട് കോഴിക്കോട് നഗരത്തെ പറ്റിയുള്ള ഒരു ഇപ്പോഴത്തെ ഒരു എങ്ങനെ തോന്നുന്നു? കുറെ കൊല്ലങ്ങളായിട്ട് LDF ആണ് ഭരിക്കുന്നത്. എങ്ങനെയാണ് അഞ്ജനയുടെ ഒരു കാഴ്ചപ്പാട്? കുറെ കൊല്ലങ്ങളായിട്ട് ഇപ്പൊ ഓരോ കൈമിലാണ്. അപ്പൊ നമുക്ക് തിരിച്ചെടുക്കണം. ഈ വാർഡ് ഇപ്പൊ നിലവിൽ ഇപ്പൊ കുറച്ചായിട്ട് ഓരോ കൈമിലാണ്. അപ്പൊ നമുക്ക് തിരിച്ചെടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഞങ്ങൾ. ഇപ്രാവശ്യം എന്തായാലും തിരിച്ചെടുക്കും. അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ട്. ഉണ്ട്, എന്തായാലും തിരിച്ചെടുക്കും. ആളുകളിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു പ്രതികരണം എങ്ങനെയുണ്ട്? സപ്പോർട്ടാണ്, എല്ലാവരും കൂടെ ഉണ്ടാവും. എല്ലാവരും ഭയങ്കര സപ്പോർട്ടിലാണ് വർത്തമാനം പറയുന്നത്. ഇപ്പൊ നേരത്തെ സൂചന തന്നായിരുന്നോ ഈ മത്സരിക്കേണ്ടി വരും എന്നൊക്കെ? ഇല്ല, ഇതിൽ ഞാൻ നോമിനേഷനിൽ ഉണ്ടായിരുന്നു, പക്ഷെ കിട്ടും തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. DCC ഓഫീസിൽ വിളിച്ചിട്ടാണ് ഇത് കിട്ടിയെന്ന് പറയുന്നത്. വളരെ സന്തോഷമായിരുന്നു. ഇപ്പൊ എങ്ങനെ ഇപ്പൊ പ്രചരണമൊക്കെ നടത്തേണ്ടി വരുന്നുണ്ട്? ഇനിയിപ്പോ കാര്യങ്ങളൊക്കെ ഒന്ന് റീഷെഡ്യൂൾ ചെയ്യേണ്ടത് ഈ നിലവിലെ കാര്യങ്ങളൊക്കെ തുടരുമോ? ചെയ്യുന്ന കാര്യങ്ങൾ അതുപോലെ തുടരുമോ? പാലും പത്രം എന്തായാലും തുടരും. ബാക്കിയുള്ളതൊക്കെ പനിയത്തിന് ഏൽപ്പിച്ചതാണ്. വീണ്ടും ഇത് കഴിഞ്ഞിട്ട് ഇറങ്ങണം. പാലും പത്രം നിർത്താത്ത എന്താ? അത് രാവിലെ ഉള്ളതല്ലേ, അതിതായിട്ട് ഇതാവില്ല. അത് കഴിഞ്ഞ പ്രചരണം ആരംഭിക്കുള്ളൂ. അത് കഴിഞ്ഞിട്ടേ ചെയ്യുള്ളൂ. രാവിലെ ഇടുന്നതുകൊണ്ട് ചെയ്തിട്ടേ ചെയ്യുള്ളൂ. എന്തായാലും കരുത്തോടുകൂടി LDFന്റെ ഒരു കോട്ടയായി പറയപ്പെടുന്ന, അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് തവണയായിട്ട് LDF വിജയിക്കുന്ന സീറ്റാണ്. അവിടെ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയാണുള്ളത്. കാരണം പത്രം ഇടാൻ പോകുമ്പോൾ തന്നെ ആളുകളെ, വോട്ടർമാരെ നിരന്തരം കാണുന്നുണ്ട്, അവരുമായി സംസാരിക്കുന്നുണ്ട്, ഇവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നുണ്ട്. ഒപ്പം യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രവർത്തക എന്ന നിലയിൽ പാർട്ടിക്കുള്ളിലും ബന്ധങ്ങളുണ്ട്. വിജയിച്ചു കയറാൻ കഴിയും എന്ന പ്രതീക്ഷ തന്നെയാണ് അഞ്ജനയ്ക്കുള്ളത്. തെരഞ്ഞെടുപ്പിൽ വോട്ട് തേടി സ്ഥാനാർത്ഥികൾ ഫ്ലക്സ് ബോർഡ് സ്ഥാപിക്കുന്നത് സ്ഥിരമാണ്. എന്നാൽ വോട്ട് ചെയ്യില്ല എന്ന് അറിയിച്ചുകൊണ്ട് സമ്മതിദായകൻ ഫ്ലക്സ് വയ്ക്കുന്നത് ഒരുപക്ഷെ ഇതാദ്യമാകും. ഒരു വീടിനായി സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങി മടുത്ത കൊല്ലം അഞ്ചൽ സ്വദേശി ശിവശങ്കരപിള്ളയാണ് വീടിന് മുന്നിൽ സ്ഥാനാർത്ഥികൾ കാണാൻ ഫ്ലക്സ് സ്ഥാപിച്ചിരിക്കുന്നത്. അർഹത ഉണ്ടായിട്ടും ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്താത്തതിലാണ് ശിവശങ്കരപിള്ളയുടെ പ്രതിഷേധം. അഞ്ചൽ സ്വദേശി ശിവശങ്കരപിള്ള വീടിനായി കയറിയിറങ്ങാത്ത ഇടമില്ല. പഞ്ചായത്തിനും ജനപ്രതിനിധികൾക്കുമൊക്കെ പലവട്ടം നിവേദനം നൽകി സങ്കടമറിയിച്ചു. ലൈഫ് പദ്ധതിയിൽ വീട് കിട്ടാൻ അർഹതയുണ്ടെന്നിരിക്കെ അത് നൽകിയില്ലെന്നാണ് ശിവശങ്കരപിള്ളയുടെ പരാതി.
നീതി കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് വീടിന് മുന്നിൽ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്ന് ഫ്ലക്സ് സ്ഥാപിച്ചാണ് ശിവശങ്കരപിള്ളയുടെ പ്രതിഷേധം. 17 ലൈഫ് മിഷന് അപേക്ഷ കൊടുത്തിട്ടും അർഹതയുണ്ടായിട്ട് എന്നെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കി. നേരത്തെ പരാതി കൊടുത്തിട്ട് മുഖ്യമന്ത്രിക്കും കളക്ടർക്കും പരാതി കൊടുക്കുകയും അവർ വിശദീകരണം ആവശ്യപ്പെട്ടതനുസരിച്ച് വിഒ അന്വേഷിച്ച് ഞാൻ അന്ന് 10 വർഷം കൊണ്ട് വാടകയ്ക്ക് താമസിക്കുകയാണെന്നും പറഞ്ഞ് അന്ന് റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളതാണ്. ഗ്രാമസഭ എന്നെ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടും ഫൈനൽ ലിസ്റ്റ് വന്നപ്പോൾ എൻ്റെ പേരില്ല. ഇങ്ങനെ അവൻ്റെ മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുക്കുന്നു. മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോൾ 2 ഉത്തരവ് കൊടുത്തു കഴിഞ്ഞു. ഇപ്പോഴും കേസ് തീർന്നിട്ടില്ല. ഇപ്പോഴും പരിഗണനയിൽ കിടക്കുക. അതേ പ്രതിഷേധിച്ചാണ് ഇലക്ഷൻ ബഹിഷ്കരിക്കുന്നത്. സാധാരണക്കാരന് നീതി നിഷേധിക്കുകയും ഗ്രാമസഭാ തീരുമാനങ്ങൾ അട്ടിമറിക്കുകയും മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവിന് വില കൽപ്പിക്കുകയും ചെയ്യാത്ത അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് ജീവനക്കാരും മാറി മാറി വരുന്ന ഭരണ നേതൃത്വത്തിനുമെതിരെ പ്രതികരിക്കുന്നു എന്നാണ് ഫ്ലക്സിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വാടക വീട്ടിൽ താമസിക്കുന്ന തന്നെ ലൈഫ് ഭവന പദ്ധതിയിൽ നിന്ന് മനഃപൂർവ്വം ഒഴിവാക്കിയെന്നാണ് ശിവശങ്കരപിള്ള പറയുന്നത്. ന്യൂസ് 18 പുനലൂർ. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലേക്കുള്ള മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. മുസ്ലിം ലീഗിന്റെ 23 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. കോൺഗ്രസ് മത്സരിക്കുന്ന 10 സീറ്റുകളിൽ സ്ഥാനാർത്ഥികൾ 2 ദിവസത്തിനകം പ്രഖ്യാപിക്കും. കോട്ടക്കൽ നഗരസഭ, പൊന്മുണ്ടം, നന്നമ്പ്ര തുടങ്ങിയിടങ്ങളിലെ മുസ്ലിം ലീഗ് കോൺഗ്രസ് ഭിന്നത പരിഹരിക്കാനുള്ള ശ്രമങ്ങളും പുരോഗമിക്കുകയാണ്. CV അനുമോദിന്റെ റിപ്പോർട്ട്. 33 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ 23 ഡിവിഷനുകളിലാണ് മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗ് മത്സരിക്കുന്നത്. അതിൽ സ്ഥാനാർത്ഥികളെയാണ് ഇന്ന് പ്രഖ്യാപിച്ചത്. അതിൽ മുതിർന്ന നേതാക്കളും അതുപോലെ തന്നെ വനിതകളും യുവ നേതാക്കളും എല്ലാം തന്നെ ഉൾപ്പെട്ടിട്ടുണ്ട്. അരീക്കോട് PA ജബ്ബാർ ഹാജി, അതുപോലെ തന്നെ വെട്ടം ആലിക്കോയ തങ്ങൾ തുടങ്ങിയ മുതിർന്ന നേതാക്കളെ ഈ ഒരു മത്സരിക്കാനുള്ള പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ യൂത്ത് ലീഗ് നേതാവായ ഷെരീഫ് കുറ്റൂരിനും നന്നമ്പ്രയിൽ മത്സരിക്കുന്നുണ്ട്. അന്തരിച്ച മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന AP ഉണ്ണികൃഷ്ണൻ്റെ മകൾ അഡ്വക്കേറ്റ് AP സ്മിജി താനാലൂർ ഡിവിഷനിൽ മത്സരിക്കുന്നുണ്ട്. അങ്ങനെ ഒരുവിധം പരാതികളൊന്നും ഉയരാത്ത തരത്തിലുള്ള ഒരു പട്ടികയാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിലേറ്റവും ശ്രദ്ധേയമായത് മത്സരിക്കുമെന്ന് കരുതിയ പല മുതിർന്ന നേതാക്കളുമുണ്ട്. അവരെ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അവർക്ക് അവസരം ലഭിക്കുമെന്ന സാധ്യതയും മുന്നിൽ നിർത്തിയാണ് ഈ ഒരു പ്രഖ്യാപനം. അതായത് അഷ്റഫ് കോക്കൂരിനെയും അതേപോലെ തന്നെ മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായ ഇസ്മായിൽ മൂത്തയുടെ ഒക്കെ ഈ ഒരു പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല. സ്വാഭാവികമായിട്ടും അവർക്ക് നിയമസഭയിൽ മത്സരിക്കാവുന്ന പ്രതീക്ഷ കൂടി നൽകുന്നതാണ് ഈ പ്രഖ്യാപിക്കപ്പെട്ട ഇന്നത്തെ പട്ടിക. ഇനി ജില്ലാ പഞ്ചായത്തിലേക്ക് UDFൻ്റെ 10 സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിക്കാനുള്ളത്. അത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നാണ്. അത് സംബന്ധിച്ചുള്ള അന്തിമ കൂടിയാലോചനകൾ പുരോഗമിക്കുകയാണ്. നാളെയോ മറ്റന്നാളോ ആയിട്ട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കുമെന്നാണ് അറിയാനാകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം UDFലെ ഭിന്നതയാണ്. പല പഞ്ചായത്തുകളിലും പൊന്മുണ്ടവും അതുപോലെ കോട്ടക്കൽ നഗരസഭയിലും അതേപോലെ നന്നമ്പ്രയിലും തുടങ്ങി ചിലയിടങ്ങളിലൊക്കെ ഈ ലീഗ് കോൺഗ്രസ് ഭിന്നത നിലനിൽക്കുന്നുണ്ട്. അത് പരിഹരിക്കാനുള്ള അവസാനവട്ട ചർച്ചകളും പുരോഗമിക്കുകയാണ്. 2 ദിവസത്തിനുള്ളിൽ ഇക്കാര്യങ്ങളിൽ ഒരു കൃത്യമായ ധാരണ ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയുന്നത്. എല്ലായിടത്തും UDF ആയിട്ട് തന്നെ മത്സരിക്കുമെന്ന് നേതൃത്വം ഉറപ്പു പറയുമ്പോഴും താഴെത്തട്ടിൽ ഇതെത്രമാത്രം നടപ്പിലാകുമെന്ന ചോദ്യം ഉയരുന്നുണ്ട്. മലപ്പുറത്തു നിന്നും CV അനുമോദ്, ന്യൂസ് 18. മറ്റു വാർത്തകളിലേക്ക്.